ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ മീനു മുനീർ മീനു മുനീർ മീനു കുര്യനായിരുന്നു. പിന്നീട് ഇസ്ലാം മതമാണ് ശരി എന്ന് ഏതോ ഒരു ദുർബല നിമിഷത്തിൽ തോന്നി. സാധാരണ ആളുകളെ പോലെ ഇസ്ലാം മതം സ്വീകരിക്കുക മാത്രമായിരുന്നില്ല നമ്മുടെ മീനു മുനീർ ചെയ്തത്. പിന്നീട് മീനു മുനീർ നിരന്തരം ഇസ്ലാമിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ തുടങ്ങി. മുസ്ലിങ്ങൾ പറയുന്നതൊന്നുമല്ല ഇസ്ലാം. ഇതുവരെ ലോകത്തിലുള്ള സകലമാന മുസ്ലിങ്ങളും ഫോളോ ചെയ്തു വന്ന ഇസ്ലാമിക നിയമമുണ്ടല്ലോ, ഇതൊന്നും ശരിക്ക് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ച നിയമമല്ല, ഖുർആൻ പഠിപ്പിച്ച നിയമമല്ല, പ്രവാചകൻ അറിഞ്ഞിട്ട് പോലും ഇല്ലാത്ത ഇസ്ലാമിക നിയമങ്ങളാണ് ഇന്ന് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ തുടങ്ങി. ഇതുവരെ മുസ്ലിം പുരോഹിതന്മാർ നിങ്ങളെ പഠിപ്പിച്ചിരുന്നതൊന്നും ശരിയായ ഇസ്ലാം ആയിരുന്നില്ല. ശരിയായ ഇസ്ലാം എന്താണ് എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം എന്ന് മീനു മുനീർ. പിന്നീട് മീനു മുനീർ യൂട്യൂബിൽ ഒരു ചാനൽ തന്നെ അങ്ങ് തുടങ്ങി മുസ്ലിങ്ങളെ ഇസ്ലാം പഠിപ്പിക്കാൻ. കുറെ അധികം മുസ്ലിങ്ങൾ ആദ്യം തന്നെ ഓടി വന്നു. പുതിയ ഇസ്ലാം അല്ലേ, അതുവരെയുള്ള മുഴുവൻ പാപങ്ങളും പൊറത്തു കൊടുത്ത് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റുമായി പാൽക്കൊപ്പിയുമായിട്ട് ഇറങ്ങിയതല്ലേ ഇന്ന് ജനിച്ച കുഞ്ഞിനെ പോലെ. അവരുടെ നാവിൻ തുമ്പിൽ നിന്നും ഇസ്ലാമിനെ കുറിച്ച് കേൾക്കാനും അറിയാനും അത്യാഗ്രഹത്തോടെ ഒരുപാട് മുസ്ലിങ്ങൾ ഓടി വന്നു. ഇർഷാദ് താഹിറ, നിങ്ങൾ പറയുന്നത് തെറ്റാണിത്ത. ആ തെറ്റൊന്ന് പറഞ്ഞേ. ആ ശരി നിങ്ങളങ്ങ് പറ, ഞാനിവിടെ നിൽക്കാം. പറ, ഞാൻ പറഞ്ഞ ഒരു തെറ്റൊന്ന് ചൂണ്ടിക്കാണിക്കുക, എന്നിട്ട് അതിൻ്റെ ശരിയും നിങ്ങൾ തന്നെ പറ. അവസരം തന്നല്ലോ, ലൈഫ് ചേഞ്ച് എന്തെങ്കിലും മര്യാദയ്ക്ക് എഴുതാൻ പഠിക്കടാ. വേറെ പണിയൊന്നുമില്ലേ ചേച്ചി? ഇല്ല. ഇർഷാദ് ശരി തിരയാൻ പോയതാ? ആ ശരി, തെരഞ്ഞിട്ട് പതിയെ വരൂ കേട്ടോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും 1 മണിക്കൂർ. ശരി. അപ്പോ അങ്ങനെ മീനു മുനീറിന്റെ ഖുർആൻ ക്ലാസ് കേൾക്കാനും അങ്ങനെ ഇസ്ലാമിനെ കുറിച്ച് അതുവരെ മുസ്ലിം പുരോഹിതന്മാര് പറഞ്ഞിരുന്നതൊക്കെ തെറ്റാണെന്നും പറഞ്ഞ് ആ ശരികൾ കേൾക്കാനും ഓടി വന്നു. ആദ്യമായി മീനു മുനീർ പിടിച്ചത് ഇബ്രാഹിം നബിയെയാണ്. ഇബ്രാഹിം നബി ചെയ്ത ബലി അല്ല ശരിയായ ബലി. ഇത്രയും കാലം ലോകത്തുള്ള സകലമാന മുസ്ലിങ്ങളും വിശ്വസിച്ചിരുന്നത് അതാണ്. എന്നെ ബലി കൊടുക്കുന്നു ഒരുത്തം വന്നിട്ട്. ലൈഫ് ചേഞ്ച് എന്നൊക്കെ എഴുതിയേക്കുന്ന സ്പെല്ലിങ് കണ്ടാൽ തന്നെ അറിയാം കാക്കയുടെ വിവരം എത്രയാണെന്ന്. അപ്പോ പോട്ടെ. അപ്പോ മീനു മുനീറിന്റെ ഖുർആൻ ക്ലാസ് ആദ്യം ബലിയിൽ ഇബ്രാഹിം നബിയെ പിടിച്ചു. ശരിക്കും എന്തിനാണ് നിങ്ങൾ സാധു മൃഗങ്ങളെ ബലിയറുക്കുന്നത് എന്നാണ് ആദ്യത്തെ ചോദ്യം. കഴുത്ത് നീട്ടിത്തരുന്ന സാധു മൃഗങ്ങളെ ബലിയറുത്തിട്ട് അതുങ്ങളെ അറുത്ത് മുറിച്ച് കറി വെച്ച് തിന്നാൻ നിങ്ങൾക്ക് ഏത് ഇസ്ലാമാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്നാണ് ചോദ്യം. പ്രവാചകൻ അങ്ങനെ ചെയ്തിട്ടില്ല, എൻ്റെ പ്രവാചകൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനെയൊക്കെയാണ് ആള് വന്ന് തള്ളിമറിച്ചത്. അങ്ങനെ വന്ന് തള്ളിമറിക്കുമായിരുന്നു. അപ്പോഴേക്ക് വിശ്വാസികൾക്ക് ഏതാണ്ട് മനസ്സിലായി, ഇവർ ഇസ്ലാമിന് വേണ്ടി വന്നവരല്ല, ഇവരെ ഇസ്ലാമിനെ വളർത്താൻ വേണ്ടി വന്നവരല്ല, മറിച്ച് ഇവർ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്നവരാണ് എന്ന് മനസ്സിലായി. അങ്ങനെ ബലിയറുക്കലിനെ സംബന്ധിച്ച് ഇവര് പറഞ്ഞപ്പോ തന്നെ ഏതാണ്ട് ബോധ്യപ്പെട്ടു ആളുകൾക്ക്. ശരി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് താത്തായെ സകലമാന വിശ്വാസികളും അങ്ങ് ബഹിഷ്കരിച്ചു. അവരുടെ
ഖുർആൻ ക്ലാസിനെ കുറിച്ച് മനസ്സിലായി, അവരെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി വന്നതല്ല, ശരിക്കു പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ഏതാണ്ട് എല്ലാ മുസ്ലിങ്ങൾക്കും മനസ്സിലായതോടുകൂടി താത്താടെ ക്ലാസ് ഏതാണ്ട് ഒഴിവായി, ആളുകൾ തന്നെ ഒഴിവാക്കി. ഹലോ. ടീച്ചർ ലൈഫ് ചേഞ്ച് മറ്റേ പേര് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആളില്ലേ? ലൈഫ് ചേഞ്ച് ഞാൻ നിങ്ങളെ ഏതിലും മുന്നേ വിളിച്ചായിരുന്നു ലൈവ് കണ്ടിട്ടോ. നിങ്ങളോട് ഞാൻ പറയുന്നതാ, നിങ്ങൾ ഒന്നുമല്ലാണ്ട് ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്തോ കുറച്ച് ഉറക്കെ പറയൂ അജു, കുറച്ച് ഉറക്കെ പറയൂ. ഞാൻ ഓക്കെ അജു സ്ക്രോൾ ചെയ്ത് പോകുമ്പോ നിങ്ങളെ വീഡിയോ കണ്ടാണ്, യൂട്യൂബിൽ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ സ്ക്രോൾ ചെയ്ത് പോകുമ്പോ കാണാണ് നിങ്ങളെന്തിനാണ് ഒരു മതത്തെ ചൂഷണം ചെയ്തിട്ട് ഇങ്ങനെ വ്യൂസിന് ഉണ്ടാക്കുന്നേ? ഒരു മതം എന്ന് പറഞ്ഞൊരു ഒരു സമൂഹത്തിന്റെ വിശ്വാസമാണ്. അവർ ഇസ്ലാം 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 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെന്നാ ഇത്? എന്നാ നിങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്ന നിങ്ങൾക്ക് വ്യൂസ് കൂടുവാ വേണ്ടേ? ഞാൻ നിങ്ങൾ ഇതിലും മുന്നേ വിളിച്ചിട്ട് നല്ല രീതിക്ക് സംസാരിച്ചു, ലൈവിൽ നിങ്ങളോട് സംസാരിച്ചാണ് ഞാൻ നിങ്ങളോട് അന്നും പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തന്റെ വിശ്വാസത്തെ കാര്യത്തിൽ എന്താക്കണ്ട. ഇതെന്ത് നിങ്ങൾ ഒരു മതത്തിന്റെ പേര് എന്തും നിങ്ങൾ ഉദ്ദേശം എന്നാ? ഹലോ പറയൂ പറയൂ. ടീച്ചർ കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്, പറയൂ. ഞാൻ ടീച്ചർ ഒരു ലൈവ് കാണുന്ന ആളൊന്നല്ല. ടീച്ചർ വല്ലപ്പോ എന്റെ ലൈവിൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണുന്ന ഒരു ഇതാണ്. നിങ്ങളൊരു മതത്തിന്റെ പേരും പറഞ്ഞിട്ട് എന്താണിത്? ശരി, കഴിഞ്ഞോ? ഇടയ്ക്ക് കയറരുത്. അതാണ് നിങ്ങൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുന്നത്. അതാണ്. ഇനി ഞാൻ മറുപടി പറയുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കരുത്. ചോദ്യം ചോദിച്ചൂടെ? നിങ്ങളിപ്പോ ചോദിച്ചു കഴിഞ്ഞല്ലോ. ചോദിച്ചു കഴിഞ്ഞില്ല, പറഞ്ഞു കഴിഞ്ഞുള്ളൂ. ഇല്ല, അത് ചോദ്യമാണ്. പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ, ചോദിച്ചിട്ടില്ല. നിങ്ങളുടെ ചോദ്യമാണത്, വെറുതെ തർക്കിച്ചെന്റെ സമയം കളയരുത്. ചോദ്യമാണ്, ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഞാൻ മറുപടി. വെറുതെ എന്തിനാണ്? ഒരു വിഭാഗം ആളുകളുടെ വിശ്വാസമാണ് ഇസ്ലാം. നിങ്ങൾ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞ് വെറുതെ എന്തിനാണ് വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു സമൂഹത്തിന്റെ വിശ്വാസത്തെ ചൂഷണം? അതാ ഞാൻ പറഞ്ഞത് ഇടയ്ക്ക് കയറരുത് എന്ന്. പിന്നെ ഞാൻ മിണ്ടാണ്ട് പോകണ്ടേ? ടീച്ചർ പറഞ്ഞോളൂ, കാണുന്നുണ്ട്. അപ്പോ വെറുതെ എന്തിനാണ് ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വ്യൂസ് കൂട്ടുന്നത് എന്നതാണ് ചോദ്യം. ശരി, ഞാൻ ഇല്ലാത്തത് എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ഒന്ന് പറയൂ, ഒരെണ്ണം. ഞാൻ ടീച്ചറോട് പറഞ്ഞല്ലോ, ടീച്ചർ ഉള്ളതോ ഇല്ലാത്തതോ പറഞ്ഞല്ല. ചോദ്യത്തിനാണോ മറുപടി വേണ്ടത്? അജു, എനിക്കും സമയമില്ല. അജുവിന്റെ കാര്യങ്ങൾ മൊത്തം കേട്ടോണ്ടിരിക്കാനുള്ള സമയം എനിക്കും ഇല്ല. പക്ഷേ ഒരു വിശ്വാസിയുടെ ഒരു അപ്പോ ചോദ്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. എന്റെ തിരിച്ചുള്ള ചോദ്യവും നിങ്ങൾ കേട്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഇവരൊരു വൈകാരികതയോടുകൂടിയാണ് ചോദ്യം ചോദിക്കാൻ വേണ്ടി വരുന്നത്. അതല്ലാതെ കാര്യങ്ങൾ അറിയാനോ കേൾക്കാനോ ഉള്ള മനസ്സുകൊണ്ടല്ല വരുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അത് കൃത്യമായ രൂപത്തിൽ മറുപടി കേൾക്കാനായിരിക്കണം ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. അപ്പോ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞ് വെറുതെ വ്യൂസ് കൂട്ടാൻ വേണ്ടി വരുന്നു. അപ്പൊ എന്താ പറയേണ്ടത്? നിങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ ഇന്ന വിഷയങ്ങൾ തെറ്റാണ്. നിങ്ങൾ പറഞ്ഞ, എന്നിട്ട് അവസാനം പറഞ്ഞേട്ടോ, നിങ്ങൾ പറഞ്ഞത് കേട്ടോണ്ടിരിക്കാനുള്ള നേരം എനിക്കില്ലാന്ന്. പിന്നെ എന്തിനാ വിളിച്ചത്? നേരമില്ലാത്തവര്, സമയമില്ലാത്തവര് വിളിക്കരുതല്ലോ. അതല്ലേ ചെയ്യേണ്ടത്? ഒരിക്കൽ കൂടി ഞാൻ ആ കക്ഷിയുടെ കോൾ എടുക്കും. വൈകാരികമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ കട്ട് ചെയ്യും. ടീച്ചറെ പറയൂ അജു. അപ്പൊ ഞാൻ ടീച്ചർ പറഞ്ഞില്ല, ടീച്ചറെ വീഡിയോ കണ്ടിട്ട് വേസ്റ്റ് ചെയ്യാൻ സമയമില്ലെങ്കിൽ എന്തിനാ വിളിച്ചേന്ന്. ഞാൻ ടീച്ചർ ഒന്നും പറഞ്ഞത് ടീച്ചർ ഒരു മതത്തിനെ പറ്റി കുറ്റപ്പെടുത്താണ്. ആ കുറ്റം ഒന്ന് പറയും, ഒരു കുറ്റം ഒന്ന് പറയൂ അജു. ഞാൻ പറഞ്ഞ ഒരു കുറ്റം ഒന്ന് പറയും. ഒരു കുറ്റമല്ല ടീച്ചർ, ഒരെണ്ണം പറയും.
ഒരെണ്ണം പറയും. ഒരെണ്ണം നിങ്ങളെ വീഡിയോയിലുണ്ടല്ലോ, ഒരെണ്ണം അജു, ഒരെണ്ണം പറയും, ഒരെണ്ണം പറയും. ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചർ അതിനുശേഷമുള്ള ലൈവ് ഞാൻ കണ്ടപ്പോൾ ടീച്ചർ പറഞ്ഞത് ഞാന് സമയം തരുന്നില്ല, എനിക്ക് കേൾക്കാൻ ഇതില്ലാന്ന്. പക്ഷെ ഞാൻ ഇതുകൊണ്ട് ജീവിക്കുന്നല്ല, ലൈവ് ജീവിക്കുന്ന അജു, ഞാൻ പറഞ്ഞ ഒരു കുറ്റം നിങ്ങളൊന്ന് പറയൂ, ഒരു കുറ്റം ഒന്ന് പറയൂ. എക്സ്ക്യൂസ് മീ, ഞാനൊരു കാര്യം പറഞ്ഞു. മാഡത്തിന്റെ പേര് ജസ്മിതാണോ എന്തോ ടീച്ചർ എന്നാണ്, ഒരു ടീച്ചറാണെന്നുള്ള അറിവ് ടീച്ചർ ലൈവിൽ ഇതാക്കാൻ എനിക്ക് കിട്ടി. ടീച്ചർ ലൈവിലാണ് ഞാൻ എന്താക്കുന്നത്, നിങ്ങളൊരു ടീച്ചറാണെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. അതിനുശേഷം എന്റെ നമ്പർ ടീച്ചറിനും വേണ്ടിയാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ, ലൈഫ് ചേഞ്ച് എന്നുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. പക്ഷെ ടീച്ചർ അത് വായിച്ചത് ലൈഫ് ചേഞ്ച് തന്നെയാണ്. അതിന്റെ അകത്തുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വായിച്ചതിന് ശേഷം ടീച്ചർ പറയുന്നത്. എന്നാ പിന്നെ ടീച്ചർക്ക് കറക്റ്റ് ചെയ്ത് വായിച്ചൂടെ? ലൈഫ് ചേഞ്ച് എന്ന് പറയുന്ന സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അത് കണ്ടാൽ. അജു എന്ത് ചോദിക്കാനാണ് വന്നത് എന്നറിയാമോ? ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുന്നു. ഞാൻ ടീച്ചറെ നമ്പർ ടീച്ചർ സേവ് ചെയ്ത് വെച്ച ടീച്ചർ ഇതിനു മുന്നേ ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് എന്റെ ഇതിന്റെ അകത്ത് എന്താക്കി ടീച്ചറെ ലൈവിന്റെ അകത്ത് ഞാൻ റിപ്പോർട്ട് മറ്റൊരു ഗംഭീരമായിട്ടൊരു മെസ്സേജ് എന്താ വന്നിട്ടുണ്ട്. ടീച്ചർ അതും റെസ്പോണ്ട് ചെയ്തിട്ട് ടീച്ചർ ലൈവില് കുറെ ആൾക്കാർ നമ്മളെ റിപ്പോർട്ട് ചെയ്യണം. അജു, എനിക്ക് വെറുതെ കളയാൻ സമയമില്ല. എന്റെ വളരെ വിലപ്പെട്ട സമയമാണ് അജു കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അജു പറഞ്ഞത് ആരോപണമാണ്, അത് തെറ്റാണ്. അജു, ചോദ്യങ്ങൾ ചോദിക്കാനല്ല വന്നത്, വെറുതെ സമയം കളയാനും തർക്കിക്കാനുമാണ്. അതായത് ആള് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നിങ്ങൾ കേട്ടല്ലോ. വെറുതെ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് വ്യൂസ് ഉണ്ടാക്കുന്നു എന്നാണ് കക്ഷിയുടെ ആരോപണം. അപ്പോ ഇസ്ലാമിനെ കുറ്റം പറയുന്നു. ഒരു കുറ്റം പറയാൻ പറഞ്ഞിട്ട് ഞാൻ എത്ര സമയം കൊടുത്തു എന്ന് നിങ്ങൾ കണ്ടല്ലോ. ഒരു കുറ്റമെങ്കിലും പറയാൻ കക്ഷിക്ക് കഴിഞ്ഞോ? കഴിഞ്ഞില്ല. ഒരെണ്ണമെങ്കിലും പറയണ്ടേ? ഒത്തിരി ഉണ്ട്. ഒടുവിൽ അയാളുടെ പേരെഴുതിയിരിക്കുന്ന ലൈഫ് ചേഞ്ച് CHE ആണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറഞ്ഞതും കൃത്യമായിട്ട് വായിച്ചതും. കോള് വന്നത് അജു എന്നാണ്. സമയം കൊടുത്തത് കണ്ടല്ലോ. വെറുതെ ടൈം നഷ്ടപ്പെടുത്തുകയാണ്. അവര് ചോദിച്ചില്ല ഒന്നും. കൃത്യമായിട്ട് ഞാൻ ചോദ്യങ്ങൾ അവർക്കുണ്ടെങ്കിൽ ചോദിക്കട്ടെ, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം എന്താണ്? അവര് പറഞ്ഞു വന്ന കാര്യം എന്താണ്? ഇസ്ലാമിനെ കുറിച്ച് കുറ്റം പറയുന്നു. ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ ചൂഷണം. നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് കൃത്യമായ രൂപത്തിൽ ഒരു ചോദ്യം തന്നെയാണോ? അത് നോക്കിയിട്ട് വേണമല്ലോ. ശരി, ലൈഫ് ചേഞ്ച് ഓക്കെ, CHA ആക്ക് കേട്ടോ, ചേഞ്ച് ഓക്കെ. ടൈം എനിക്ക് ഉള്ളപ്പോൾ ഞാൻ വരും തീർച്ചയായിട്ടും. അജു സ്വാഗതം, വെൽക്കം അജു, തീർച്ചയായിട്ടും വരണം. നിങ്ങളുടെയൊക്കെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥയാണ്. 100 വട്ടം നിങ്ങൾ ചോദിക്കുന്ന മാന്യമായ ചോദ്യമാണെങ്കിൽ അതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥയാണ്. ഇരിക്കട്ടെ. അപ്പൊ മീനു മുനീർ ഇസ്ലാം മതം സ്വീകരിക്കുകയും പിന്നീട് മുസ്ലിങ്ങൾക്ക് മൊത്തം ക്ലാസ് എടുക്കാനും തുടങ്ങി. രണ്ടാമതായിട്ട് അവർ പിടിച്ചത് മുസ്ലിം സ്ത്രീകളുടെ പർദയിലാണ്. എന്തിനാണ് പർദ? എന്തിനാണ് കറുത്ത വേഷത്തിനകത്ത് നിങ്ങൾ ഇറങ്ങി നിൽക്കുന്നത്? അതൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്ന രൂപത്തിൽ വന്നതോടെ ആളുകൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലായി. മീനു മുനീർ ശരിയായി ഇസ്ലാമിനെ പുൽകാൻ വേണ്ടി വന്നവരല്ല, ഇതിനകത്ത് നിന്നിട്ട് ഇസ്ലാമിനെ പൊളിച്ചടുക്കാൻ വന്നവരാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് ക്രമേണ ആളുകൾ പോയി. പിന്നീട് ഇപ്പതാ താത്ത ഏതോ ഒരു സിനിമാ നടൻ പിടിച്ചു ചുംബിച്ചെന്നോ അവരുടെ ഫ്ലാറ്റിലേക്ക് വിളിച്ചെന്നോ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആരോപണങ്ങളുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരിട്ടത് അപ്പിക്കുപ്പായമാണോ? നിങ്ങൾ കണ്ടോ? ഒരുപാട് ക്യാമറകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വേഷം എനിക്ക് ഭയങ്കര സുരക്ഷിതത്വമാണ് നൽകുന്നത്, ഒരുപാട് സ്വാതന്ത്ര്യമാണ് നൽകുന്നത് എന്ന് പറഞ്ഞല്ലോ. എന്തേ ആ സ്വാതന്ത്ര്യവും ആ സുരക്ഷിതത്വവും ഒന്നും അവർക്ക് ഇപ്പോ വേണ്ടേ? അവർ ഇസ്ലാമിൽ നിന്നും പുറത്തു പോയോ? ഇസ്ലാം എന്തോ വലിയ മഹത്തരമാണ് എന്നായിരുന്നല്ലോ അവര് പറഞ്ഞത്. അവര് അപ്പിക്കുപ്പായം ഇട്ടോണ്ട് തന്നെ അവര് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോകൾ അവരുടെ ചാനലിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഒരു നോമ്പിന്റെ ഭാഗം അവരെടുത്തിട്ടുണ്ട്. FNHSHB എങ്ങനെ വായിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ.
അതിനകത്ത് എയും ഐയും ചില്ലക്ഷരങ്ങളൊന്നുമില്ല. മതത്തെപ്പറ്റി കുറ്റം പറയാനുള്ളത് വേറെ പണിയൊന്നുമില്ല, ഒന്നുമില്ല. റീച്ച് കിട്ടാനാണോ ഇസ്ലാം വെച്ച് കളിക്കുന്നത്? അതെ ഈശാന, അത് തന്നെ. കർത്താവിനെ പറ്റിച്ചവളാ മീനു. ഹരിദാസ് പടച്ചോനെയും പറ്റിച്ചു. ശരി, നമ്മുടെ മീനു മുനീർ തത്താടെ ഒരു ഖുർആൻ ക്ലാസ് ഉണ്ടായിരുന്നു, കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ പുണ്യമാസത്തിലെ റമദാൻ ഇതാ നമ്മുടെ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രം നമുക്ക് റമദാൻ നോയമ്പെടുക്കാൻ പറ്റി. ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ നോയമ്പെടുത്തിരുന്നു. 30 ദിവസവും ഞാൻ അടിച്ചിരുന്നു. എന്നാൽ അന്ന് ഞാൻ മുസ്ലിം അല്ലായിരുന്നു, ഞാൻ ക്രിസ്ത്യാനിയായിരുന്നു, റോമൻ കത്തോലിക്. പക്ഷേ എല്ലാവരും എടുത്തപ്പോൾ ഞാൻ എടുത്തു. പക്ഷേ എനിക്കന്ന് ഞാൻ നിസ്കരിക്കാനൊന്നും ശരിക്കും അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇങ്ങനെ ഇതേപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞാൻ നിങ്ങളുടെ ഞാനും നോയമ്പെടുക്കാൻ പോകുന്നു എന്ന് ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ ആണ് എനിക്ക് ഖുർആനും വളരെയധികം ബുക്സുകളൊക്കെ എന്നെ കഴിച്ചു കിട്ടും. അതെല്ലാം എനിക്ക് ഇന്ന് പഠിക്കാനുമുള്ള സമയം അള്ളാഹു എനിക്ക് തന്നു. എന്നാൽ ഈ നോയമ്പ് എടുക്കാൻ ദിവസം അന്ന് മുതൽ എൻ്റെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നു. എല്ലാം മാറി ഇന്ന് ഞാൻ സത്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ സെറ്റിലാണ്. ഞാൻ സമാധാനം എന്താണെന്ന് അറിഞ്ഞു, സന്തോഷം എന്താണെന്ന് അറിഞ്ഞു. എനിക്കൊന്നും ടെൻഷനില്ല, ഒന്നിനെ പറ്റി മുൾക്കണ്ടയില്ല, ഒന്നും. ഐ എം റിയലി ഹാപ്പി. 30 ദിവസത്തെ നോയമ്പ് ഇത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർക്ക് അല്ലാഹു കൽപ്പിച്ചിട്ടിരുന്നത്. പഴയ നിയമം വായിച്ചു നോക്കിയാൽ നമ്മൾക്കത് മനസ്സിലാകും. പഴയ നിയമത്തില് എല്ലാവരും ആദം തൊട്ട് ആദം, ഇബ്രാഹിം, മോസ, നോഹ, ദാവീദ്, യേശയ്യ, യാക്കോബ്, അങ്ങനെ എല്ലാവരും ഉപവാസം അനുഷ്ഠിച്ചു വന്നവരാണ്. എന്നാൽ അത് ജീസസ് വരുന്നവരെ, ജീസസ് വന്നു കഴിഞ്ഞപ്പോൾ ഈ നോയമ്പുകളൊക്കെ ചിതറിപ്പോവുകയും വിശ്വാസങ്ങൾ തന്നെ മാറിപ്പോവുകയും ചെയ്തു. എന്നാൽ അന്നും ഇന്നും ഉപവാസം അനുഷ്ഠിച്ചു വന്നിരുന്നവർ ഇസ്ലാംകാർ മാത്രമാണ്. ജീസസ് വന്നതിന് ശേഷം ദൈവത്തിന്റെ നിലപാട് തന്നെ മാറി. ആദം നബി തൊട്ട് ജീസസ് വരെയുള്ളവർ എല്ലാം 1,00,000-ലേറെ പ്രവാചകന്മാർ നമ്മുടെ ഭൂമിയിൽ അള്ളാഹു അയച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും ജീസസ് ഉൾപ്പെടെ നമ്മൾ പഠിപ്പിച്ചിരുന്നത് ഏകദൈവത്തെ മാത്രമാണ്. ഒരു ദൈവം മാത്രമാണ് ജീസസ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. എന്നാൽ കുറെ ആൾക്കാർ യേശുവിനെയാണ് ദൈവമാക്കി മാറ്റി. അതുപോലെ തന്നെ അള്ളാഹുവിനെ ത്രിയേക ദൈവമാക്കി. അങ്ങനെ നമ്മളുടെ ആ വിശ്വാസങ്ങളൊക്കെ ചിതറിക്കപ്പെട്ടു. അതുപോലെ തന്നെ നോയമ്പ് നോക്കുന്നത് ഇറച്ചി മീനും കഴിക്കാതെയുള്ള നോയമ്പ്. ഇറച്ചി മീനും കഴിക്കുന്നില്ല, എന്നാൽ എന്ത് ഭക്ഷണവും ഏത് നിമിഷവും എപ്പോഴൊക്കെ വേണമെങ്കിലും കഴിക്കാം. ഇതല്ല യഥാർത്ഥ നോയമ്പ്. യഥാർത്ഥ നോയമ്പ് എന്ന് പറയുന്നത് ഇസ്ലാമിലാണ്. ഇസ്ലാമാണ് ശരി എന്ന് ഞാൻ പറയും. കാരണം ഞാൻ വളരെ വർഷങ്ങളായിട്ട്, ഉടനെ പെട്ടെന്നൊന്നും വന്നതല്ല, വർഷങ്ങളായിട്ട് ആരാണ് യഥാർത്ഥ ദൈവം എന്ന് അറിയാൻ വേണ്ടി തേടി അറിയുകയായിരുന്നു. അമ്പലങ്ങളെല്ലാം പോയി, പള്ളികളെല്ലാം പോയി. ലാസ്റ്റ് എൻ്റെ ആ യാത്ര ഒന്നവസാനിച്ചത് ഇസ്ലാമിലാണ്. യെസ്, ഇസ്ലാമിലാണ് ഞാൻ അള്ളാഹുവിനെ കണ്ടത്. നേരിന്റെ പാത, സത്യത്തിന്റെ പൂർണ്ണത, ഇതെല്ലാം ഇസ്ലാമിലാണ്. അള്ളാഹു നമുക്ക് 4 വേദഗ്രന്ഥങ്ങൾ അയച്ചിരുന്നു. മോശ കൊടുത്ത തൗറത്ത്, ദാവീദിന് കൊടുത്ത സബൂർ, ജീസസിന് കൊടുത്ത ഇഞ്ചിൽ അഥവാ സുവിശേഷം, മുഹമ്മദ് നബിക്ക് കൊടുത്ത ഖുർആൻ. ഈ 4 വേദപുസ്തകങ്ങളും നമ്മൾ വിശ്വാസികൾ വായിക്കേണ്ടതാണ്. ഒരു വേദഗ്രന്ഥം മാത്രം വായിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകില്ല. നമ്മൾ പഴയ നിയമവും പുതിയ നിയമവും ആൻഡ് ലാസ്റ്റ്. ഇസ്ലാമിനെ കുറിച്ച് എവിടെ നിന്നാണ് വായിച്ചറിഞ്ഞത് എന്ന് എനിക്കറിയില്ല. ആരുടെ പുസ്തകം വായിച്ചിട്ടാണ് ഇവരെ ഇസ്ലാം ഖുർആൻ ക്ലാസ് എടുക്കുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ പറയുന്നതെല്ലാം ശുദ്ധ അസംബന്ധങ്ങളും വിഡ്ഢിത്തങ്ങളും മാത്രമാണ്. ഒരു പക്ഷേ നമസ്കരിച്ചപ്പോൾ, നോമ്പ് പിടിച്ചപ്പോൾ അവർക്ക് സമാധാനം കിട്ടിയേക്കാം. അതിനെ ഞാൻ ഓവർടേക്ക് ചെയ്യുന്നില്ല, അതിനെ ഞാൻ ക്രോസ് ചെയ്യുന്നുമില്ല. ഓരോ മനുഷ്യന്റെയും സംതൃപ്തിയാണല്ലോ പ്രധാനം, അവരുടെ എക്സ്പീരിയൻസ് ആണല്ലോ പ്രധാനം. അവർക്ക് പ്രാർത്ഥിക്കുമ്പോഴോ, നമസ്കരിക്കുമ്പോഴോ, അതല്ല ഹജ്ജ് ചെയ്യുമ്പോഴോ, ദാനധർമ്മങ്ങൾ ചെയ്യുമ്പോഴോ ഒക്കെ അവർക്ക് സമാധാനം കിട്ടുന്നെങ്കിൽ, അവർക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ, മനസ്സിന്റെ ഭാരം എവിടെയെങ്കിലും ഇറക്കി വെക്കാൻ കഴിയുന്നെങ്കിൽ അത് അവരിൽ മാത്രം നിൽക്കുന്ന നന്മയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും അവരുടെ വിശ്വാസം മറ്റൊരു വ്യക്തിയുടെ മനുഷ്യാവകാശത്തെ ഹനിക്കാത്തിടത്തോളം കാലം നമുക്കതിനെ വിമർശിക്കാനും പറ്റില്ല.
അവരുടെ വിശ്വാസവുമായിട്ട് അവർ മുന്നോട്ട് പോകട്ടെ. അവരുടെ വിശ്വാസം മറ്റുള്ളവരിൽ അവർ കെട്ടിവെക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. അതായത് ഒരു വ്യക്തി 5 നേരം നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, ഹജ്ജ് ചെയ്യാൻ പോകുന്നു, ഒക്കെ അത് അവരിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ്. എന്നെ സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിക്കുന്നില്ല, ഹജ്ജ് ചെയ്യാൻ നിർബന്ധിക്കുന്നില്ല, നോമ്പ് എടുക്കണം, നമസ്കരിക്കണം നിർബന്ധിക്കുന്നില്ലെങ്കിൽ നമുക്കതിനോടൊരു അമർഷം തോന്നേണ്ട കാര്യമില്ല, നമുക്കതിനോടൊരു വിമർശനം തോന്നേണ്ട കാര്യവുമില്ല. ഞാനതിനെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇപ്പോ എൻ്റെ വീട്ടില് എൻ്റെ ഉമ്മച്ചിയുണ്ട്, ഇക്കാടുമ്മച്ചിയുണ്ട്. ഇവര് രണ്ടുപേരും നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് വിളിക്കുന്ന ഉടനെ 2 മുസല്ലകൾ ഇടും എൻ്റെ വീട്ടില്. ഞാൻ ഒന്നിനും എതിരല്ല. ഇവർക്ക് നമസ്കരിക്കാനുള്ള നമസ്കാരപ്പായ, നമസ്കാര കുപ്പായ്, എല്ലാ സൗകര്യങ്ങളും, ഒതു എടുക്കാനുള്ള ചൂടുവെള്ളം വരെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. നോമ്പ് പിടിക്കണോ, വെളുപ്പിനെ 4 മണിക്ക് അലാറം വെച്ചെഴുന്നേറ്റ് അവർക്ക് വേണ്ടുന്ന ഭക്ഷണ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒരു പ്രയാസവും, എനിക്കൊരു വിഷമവും തോന്നിയിട്ടുമില്ല. അവർക്ക് നോമ്പ് തുറക്കണോ, നോമ്പ് തുറ തന്നെ സംഘടിപ്പിക്കാറുണ്ട്. കുടുംബത്തിലുള്ള എല്ലാവരും ഒരുമിച്ച് വന്ന് വീട്ടിലിരുന്ന് നോമ്പ് തുറന്ന് അവർ പോകുമ്പോൾ അവർക്ക് പുതുവസ്ത്രങ്ങളൊക്കെ കൊടുത്ത് സക്കാത്തൊക്കെ കൊടുത്ത് വളരെ സന്തോഷത്തോടു കൂടി യാത്രയാക്കാറുമുണ്ട്. എനിക്ക് ഒരു വിഷമവും തോന്നിയിട്ടില്ല. കാരണം ഇവരാരും എന്നെ പ്രസ് ചെയ്തിട്ടില്ല. ഞാൻ യുക്തിവാദിയാകണമെന്നോ അതല്ലെങ്കിൽ അവരോട് വിശ്വാസം ഉപേക്ഷിക്കണമെന്നോ ഞാനും പറഞ്ഞിട്ടില്ല. അങ്ങനെ 2 വ്യക്തികളിലുള്ള വിശ്വാസം അങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഒരു പ്രശ്നവുമില്ല. മറിച്ച് ഇവിടെ ഒരു വ്യക്തിയുടെ വിശ്വാസം മറ്റൊരു വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടുത്തെ വിഷയമുണ്ടാകുന്നത്, നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇവർക്ക് നോമ്പ് പിടിച്ചപ്പോൾ സമാധാനം കിട്ടുന്നുണ്ട്, ആയിക്കോട്ടെ. ഇവർക്ക് കിട്ടുന്ന സമാധാനമാണ് ഇവര് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്, ആയിക്കോട്ടെ. ഒരു പ്രശ്നവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരത് പറഞ്ഞോട്ടെ. അവർക്ക് അവരുടെ വിശ്വാസം, അവർക്ക് കിട്ടിയ ആത്മീയ ചൈതന്യവും മനസ്സമാധാനവും മറ്റുള്ളവരോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവരത് പറഞ്ഞോട്ടെ, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഇവര് പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് മറുപടി പറഞ്ഞേ തീരൂ. തൗറാത്ത്, ഇഞ്ചീല്, സബൂർ. ഇഞ്ചീൽ ഈസാ നബിക്കും, തൗറാത്ത് മൂസാ നബിക്കും, സബൂർ ദാവൂദ് നബിക്കും കിട്ടിയ 3 വേദഗ്രന്ഥങ്ങളാണ്. 4ാമതായി ഖുർആനാണ് മുഹമ്മദ് നബിക്ക് ലഭിക്കുന്നത്. ഈ 3 ഗ്രന്ഥങ്ങളും മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമായെന്നും ലിയഷ്തറൂ ബിഹി സമനൻ ഖലീല, അവര് വളരെ തുച്ഛമായ വിലയ്ക്ക് അതിനെ വിറ്റെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 3 ഗ്രന്ഥങ്ങളിലുള്ള സകല വസ്തുതകളും കോർത്തിണക്കി 4ാമതൊരു ഗ്രന്ഥം അല്ലാഹു അവതരിപ്പിച്ചു കൊടുത്തിട്ട് ഇത് സമ്പൂർണ്ണ വേദഗ്രന്ഥമാണ് എന്ന് അറിയിക്കുകയും ചെയ്തത്. ഇവര് പറയുന്നത് അതും ഉൾക്കൊള്ളണമെന്നാണ്. ഖുർആനികപരമായി തെറ്റാണ്. പക്ഷെ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മുൻവേദങ്ങളിലേക്ക് നോക്കിക്കൊള്ളാൻ. അങ്ങനെ ഖുർആനിനകത്ത് ഒരുപാട് പരസ്പര വിരുദ്ധമായ വചനങ്ങളുണ്ട്. ഓക്കെ, അതാണ് ഖുർആൻ. ഈ 4 പഴയ നിയമവും പുതിയ നിയമവും ലാസ്റ്റ് നിയമം നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അള്ളാഹുവിനെ പറ്റി നല്ല ആഴത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ആരാണ് അള്ളാഹു, എന്താണ് സത്യം, സത്യത്തിന്റെ പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നിങ്ങൾ ഖുർആനിൽ എത്തണം, നിങ്ങൾ ഇസ്ലാമിൽ എത്തണം. എന്താണ് നിങ്ങൾ സത്യം മനസ്സിലാക്കാത്തത്? സത്യം അതിന്റെ എന്തേ നിങ്ങൾ ആസ്വദിക്കുന്നത്? അപ്പൊ ഇസ്ലാമാണ് സത്യം. ആ സത്യം നിങ്ങൾ എന്തുകൊണ്ടാണ് മനസ്സിലാക്കാത്തത് എന്ന് ചോദിച്ച താത്ത ഇപ്പോൾ തട്ടം ഉപേക്ഷിച്ചിട്ടുണ്ട്, പർദ്ദ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഇസ്ലാമിനെ കൈവിട്ടിട്ടുണ്ട്. ജീസസ് തന്നെ പറഞ്ഞല്ലോ, യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളോട് വളരെയേറെ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുവാനുണ്ട്, പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല. എന്നാൽ ഞാൻ പോയി കഴിയുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ലോകത്തിന്റെ അധികാരിയെ നിങ്ങളോട് അയക്കും. ഈ ലോകത്തിന്റെ അധികാരിയുടെ മേൽ പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ അല്ലാഹുവിനെ പറ്റി, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും എല്ലാം കേൾക്കുന്നത് മാത്രം നമ്മളോട് സംസാരിക്കും. എന്നാൽ ഈ സത്യം മനസ്സിലാക്കാൻ ഇന്ന് പലർക്കും അത് താല്പര്യമില്ല. അതാണ് നമ്മുടെ സാക്ഷാത്കാരം. അതൊരു കുറവല്ലേ? ഒരു ഗ്രന്ഥം അള്ളാഹു ഇറക്കുന്നു. ആ ഗ്രന്ഥം ഇറക്കിയ അള്ളാഹുവിന്റെ ലക്ഷ്യം എന്താണ്? ഇത് മനുഷ്യൻ വായിക്കണം.
ഇത് മനുഷ്യൻ വായിച്ച് അതിനനുസരിച്ച് അവന്റെ ജീവിതത്തെ ക്രമീകരിക്കണം. അതിവൻ പ്രയോഗത്തിൽ കൊണ്ടുവരണം. ആ ഗ്രന്ഥം ഇവൻ പ്രാവർത്തികമാക്കണം. ആ ഗ്രന്ഥം വായിച്ചിട്ട് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് ഇത്രയധികം പരിഭാഷകൾ ഇറങ്ങിയിട്ട് പോലും അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് അതിനകത്ത് എന്താണുള്ളത് എന്ന് കാറ്റൻട്രി ആയിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഗ്രന്ഥകർത്താവിന്റെ പോരായ്മയല്ലേ? ആ ഗ്രന്ഥകർത്താവ് ഈ ഗ്രന്ഥം ഇറക്കിയപ്പോൾ അദൃശ്യജ്ഞാനി എന്ന ആ ഗ്രന്ഥത്തിനകത്ത് പറഞ്ഞു വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രന്ഥം ഇറക്കിയിട്ട് ഒരൊറ്റ പരിഭാഷ മതിയായിരുന്നു, ഒരു ഭാഷയിൽ മനസ്സിലാക്കില്ലായിരുന്നു. എന്റെ ഇത്രയും ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടും, ഹദീസ് ഗ്രന്ഥങ്ങൾ എമ്പാടുമുണ്ട്, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഖുർആനിന് ഒരുപാട് വിശദീകരണ ഗ്രന്ഥങ്ങളുണ്ട്, എന്നിട്ടും ജനങ്ങൾ ഇന്നും ഖുർആനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ ചൊല്ലി തമ്മിൽ തർക്കമാണ്. ഇന്നും ജനങ്ങൾ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു ഓരോ ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലും. ഒരു ഖുർആൻ വചനത്തെ ഇമാം അത്വബിരി എക്സ്പ്ലെയിൻ ചെയ്യുന്ന രൂപത്തിലല്ല ജലാലൈനി തഫ്സീർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് രണ്ടിന്റെയും രൂപത്തിലല്ല അമാനി മൗലവിയുടെ തഫ്സീറിലുള്ളത്. ഇത് മൂന്നുമല്ല നമ്മുടെ മൂസ മൗലവിയുടെ തഫ്സീറിലുള്ളത്. ഇതൊന്നുമല്ല മൗദൂദിയുടെ തഫ്സീറിലുള്ള തഫ്സീർ എന്ന് പറഞ്ഞാൽ ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥം. ഇങ്ങനെ ഒരുപാട് ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടും എന്താണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഭാഷയ്ക്ക് പിഴവുണ്ട്, അതിന്റെ പ്രയോഗത്തിന് പിഴവുണ്ട്. ആ ഗ്രന്ഥമിറക്കിയ രക്ഷിതാവിന് പോലും മനസ്സിലായിട്ടില്ല അദ്ദേഹത്തിന്റെ അടിമകളുടെ കഴിവും കഴിവുകേടും എന്താണ്. തന്റെ സൃഷ്ടികൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ, അവർക്കിത് മനസ്സിലാക്കാൻ പറ്റുമോ? എന്നിട്ട് ഈ ഖുർആൻ വളരെ ലളിതമാണ്, അറബി ഭാഷയിലാണ് ഇറക്കിയത്. ഇതൊക്കെ തട്ടിവിടുന്നുണ്ട്. ഈ അറബി ഭാഷയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഇത് ഗ്രഹിക്കാൻ സാധിക്കാതെ പോയത്? മുഹമ്മദ് നബി പീസ് ബി അപ്പോൺ ഹിം ഇനിയും യേശുവിനെ പഠിപ്പിക്കാൻ ഉണ്ടായിരുന്ന പറഞ്ഞ കാര്യങ്ങളും ആണ് നമ്മളെ മുഹമ്മദ് നബി ഖുറാനിൽ പഠിപ്പിച്ചിരിക്കുന്നത്. ഖുറാൻ മുഹമ്മദ് നബിക്ക് വെളിപ്പെട്ടത് തന്നെ ഈ റമദാൻ മാസത്തിലാണ്. അതുകൊണ്ടാണ് ഈ റമദാൻ പുണ്യമാസമായിട്ട്. അതുപോലെ തന്നെ ഈ ഫാസ്റ്റിംഗ്, ഈ നോയമ്പ് മാനവർക്കായിട്ടുള്ളതാണ്, അല്ലാതെ മുസ്ലിം ആൾക്കാർക്കുമായിട്ടുള്ളതല്ല. ഇസ്ലാം, ഒരു മുസ്ലിമിനെ കണ്ട് നമ്മൾ ഇസ്ലാമിനെ ഒരിക്കലും വിലയിരുത്താൻ പാടില്ല. കാരണം ഇന്നിപ്പോ ഞാൻ ഈ കറുത്ത ഹിജാബ് ഇട്ടാൽ ഞാൻ ഒരിക്കലും ഒരു മുസ്ലിം സ്ത്രീ ആകുന്നില്ല. മുസ്ലിം സ്ത്രീ ആണെങ്കിൽ ഇസ്ലാമിന് കുറെ നിയമചട്ടങ്ങളൊക്കെ ഉണ്ട്, അത് ഫോളോ ചെയ്യണം. ഖുറാനെ ഫോളോ ചെയ്യണം യഥാർത്ഥ മുസ്ലിം. റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്ന് ഖുർആനും പറയുന്നുണ്ട്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ശരിയാണ്. മനുഷ്യന് സത്യത്തെയും അസത്യത്തെയും വിവേചിച്ചറിഞ്ഞ് കൊടുക്കുന്നതിനു വേണ്ടി അള്ളാഹു റമളാൻ എന്ന പുണ്യമാസത്തിലാണ് ഖുർആൻ ഇറക്കിയത്. നബി നോമ്പ് പിടിച്ചിരുന്നു ആ മാസത്തില്. ഹിറാ ഗുഹയിൽ പോയിരുന്ന പ്രവാചകൻ നോമ്പ് പിടിച്ചതായിട്ടോ നമസ്കരിച്ചതായിട്ടോ നോമ്പ് തുറന്നതായിട്ടോ ഒരു തെളിവ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു തെളിവ്. എന്തിനാണ് ഖദീജ പ്രവാചകൻ ആവശ്യമായ ഭക്ഷണങ്ങളും പാനീയങ്ങളുമായി ഹിറാ ഗുഹയിലേക്ക് പോയത്? നോമ്പ് തുറപ്പിക്കാനാ? ആണോ? ഒരു സമാധാനത്തിന്റെ സന്ദേശവുമായി വരുന്ന മലക്ക് ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമാക്കിക്കൊണ്ട് അല്ലാഹു അയച്ച ഒരു ഗ്രന്ഥം. ലിതുബയ്യിന ലിന്നാസ്, നീ ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നതിനു വേണ്ടി. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് സന്മാർഗമാക്കിക്കൊണ്ടിറക്കിയത്.
യഹ്ദീ ലില്ലദീ ഹിയ അഖ്വം, വളഞ്ഞ വഴിയെ നടക്കുന്ന ആളുകൾക്ക് നേരായ വഴി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി നൂറൻ, പ്രകാശമാണ്, ഹുദൻ, സന്മാർഗമാണ്. കാരുണ്യമാക്കിക്കൊണ്ട് അള്ളാഹു ഇറക്കിയ ഈ ഗ്രന്ഥം കൊങ്ങാക്കി പിടിച്ച് ഞെക്കി ഭീകരപ്പെടുത്തുന്ന രൂപത്തിൽ ഭയപ്പെടുത്തിക്കൊണ്ടാണോ നൽകേണ്ടത്? അങ്ങനെയല്ലേ ഹിറാ ഗുഹയിൽ ആദ്യമായി ജിബ്രീൽ വന്ന് പ്രവാചകന്റെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കിയത്? ഇങ്ങനെയാണോ ഒരു സന്ദേശം കൊടുക്കേണ്ടത്? സമാധാനത്തിന്റെ സന്ദേശം കൊടുക്കുന്ന രീതിയാണോ ഇത്? ഇത് തന്നെയല്ലേ ഈ സമാധാനത്തിന്റെ മതത്തിന്റെ പേര്? ഇങ്ങനെ ആയുധ വാളുകൊണ്ട് പടുത്തുയർത്തപ്പെട്ട സമാധാനത്തിന്റെ മതം. ഒരു കുപ്പി നിറയെ നല്ല പഴുത്ത കാന്താരിമുളക് വിളഞ്ഞതിട്ട് വെച്ചിട്ട് അതിന്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതിയാൽ മുതലക്കുളം പോലെയല്ലേ? മുതലക്കുളത്തിനകത്ത് മുതലയില്ലല്ലോ. ഇതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? അപ്പോ ഇവര് പറഞ്ഞത് നോമ്പ് പിടിക്കാൻ മാനവരോടാണ് പറഞ്ഞത് എന്നാ. ഇവർക്ക് ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഖുർആൻ നോമ്പ് പിടിക്കാൻ പറഞ്ഞത് മുസ്ലിങ്ങളോടാണ്, വിശ്വാസികളോടാണ് പറഞ്ഞത്. ഇവര് പറയുന്നു മാനവരോടാണെന്ന്. അല്ല, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. ഏ വിശ്വാസികളെ, ഏ മുസ്ലിങ്ങളെ, നിങ്ങൾ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുക, വ്രതം അനുഷ്ഠിക്കുക, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ പേരിലും നിങ്ങളുടെ മേലും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായിരിക്കുവാൻ വേണ്ടി. ഇതാണ് ഖുർആൻ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ല എന്ന് പറയുന്നത് തെറ്റപ്പോ ആളുകളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുക, മറ്റുള്ളവരിൽ നിന്നും എന്തോ ഒരു സ്പെഷ്യലാണ് നമ്മൾ എന്ന് കാണിക്കുന്നതിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉഡായിപ്പുകൾ ചെയ്യുക എന്നതല്ലാതെ ഇതിനകത്ത് ഇവർ വിശ്വസിച്ചു വന്നതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്റെ തോന്നൽ പറയാനേ പറ്റൂ. ഇവര് അള്ളാഹുവിനെ അറിഞ്ഞ്, നബിയെ അറിഞ്ഞ്, ഈ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെ അടുത്തറിഞ്ഞ് അതിനെ പുൽകുന്നതിനു വേണ്ടിയാണു വന്നതെങ്കിൽ അവർക്കൊരിക്കലും ഈ അപ്പിക്കുപ്പായം വലിച്ചെറിയാൻ കഴിയുമായിരുന്നില്ല. ഒരു സത്യം ഞാൻ പറയാം. ഏതോ ഒരു വൈകാരിക നിമിഷത്തിൽ അവർ ഇസ്ലാമിലേക്ക് വന്നു എന്നത് നേരെ, അവരത് ഡിക്ലെയർ ചെയ്തു എന്നത് നേരെ, അവർക്കാരൊക്കെയോ പറഞ്ഞു കൊടുത്ത, അതല്ലെങ്കിൽ അവരറിഞ്ഞ, അവര് മനസ്സിലാക്കുകയോ വായിക്കുകയോ ചെയ്ത പുസ്തകങ്ങൾ വച്ചിട്ട് അവർ ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് അവർ ഖുർആൻ ക്ലാസ്സുകൾ എടുത്തു. കാരണം ഇസ്ലാമിലേക്ക് വരുന്ന ഒരാള് ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോഴാണല്ലോ കൂടുതൽ ഇതിന് പോപ്പുലാരിറ്റി കിട്ടുക. അങ്ങനെ ആളുകളെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി ആരെങ്കിലും പറഞ്ഞിട്ടാണോ അതോ സ്വയം അവരൊരു ഖുർആൻ ക്ലാസ്സുമായി വന്നതാണോ എന്നറിയില്ല. പക്ഷേ അമിതമായപ്പോൾ പിടിക്കപ്പെട്ടു. ഓവറായപ്പോൾ മുസ്ലിങ്ങൾ തന്നെ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലാക്കി. അങ്ങനെയാണ് അവർക്ക് പിന്നീട് ഇസ്ലാമിൽ നിന്ന് തന്നെ പോകേണ്ടി വന്നത്. ഒരു കാര്യം അതാണ് ഇന്ന് പറയാനുള്ളത്. അവരുടെ ഫുൾ വീഡിയോ ഉണ്ട്, നമുക്ക് വേറൊരു ദിവസം റിവ്യൂ ചെയ്യാം. രണ്ടാമതായിട്ട് ഇതുപോലെ തന്നെയാണ് ജസ്നയും ചെയ്തത്. ഇപ്പോ കണ്ണന്റെ ചിത്രം നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ജസ്ന വരച്ചിട്ടാണോ? ഹിന്ദുക്കൾ ആദ്യമായി കണ്ണന്റെ ചിത്രം കാണുന്നത് ജസ്ന വരച്ചതാണോ? ജസ്ന കാണുന്ന കണ്ണൻ തന്നെ ആരോ വരച്ചതല്ലേ? അപ്പൊ ആദ്യമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടാണ് കണ്ണനെ കാണുന്നത് എന്ന് പറഞ്ഞത് തന്നെ നുണയല്ലേ? ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു സ്ത്രീ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവില്ലേ, 9ാം ക്ലാസ് വരെ പോയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ. കണ്ണന്റെ ചിത്രം ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന വെടിവച്ച കള്ളം. കണ്ണനെ കണ്ടിട്ടില്ല. അയ്യോ ഒരു കുഞ്ഞു വാവ, ഇതെന്താ സാധനോ? പിന്നീടാണ് ആ സാധനം എന്താണ് എന്ന് ആൾക്ക് തിരിഞ്ഞത്. അപ്പോ പലരും പറയുന്നു ഇവരുടെ പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണുള്ളത്. ഇവരെ ഹൈന്ദവ ക്ഷേത്രങ്ങളിലേക്ക് പറഞ്ഞുവിട്ട് ഒരു കലാപമുണ്ടാക്കാനും നരേന്ദ്രമോദിയെയും അതുപോലെ കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്നതിന് പിന്നിൽ
മുസ്ലിങ്ങളുണ്ട്, മുസ്ലിം സംഘടനകളുണ്ട് എന്ന രൂപത്തിൽ പല ആളുകളും വീഡിയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇവരെ ആദ്യം ഒന്നും പ്രതിരോധിച്ചില്ല, മറുപടികൾ പറഞ്ഞിട്ടില്ല. പക്ഷേ പിന്നീട് മുസ്ലിങ്ങൾക്ക് തന്നെ മനസ്സിലായി നമ്മുടെ മൗനം പലരും ആരോപിക്കുന്നത് ശരിയാണ് എന്ന് അംഗീകരിക്കലാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ശക്തമായി പ്രതികരിക്കേണ്ടിയിരിക്കുന്നു എന്നവർ മനസ്സിലാക്കി. അങ്ങനെ അവർ പ്രതികരിക്കാൻ തുടങ്ങി. ഒരു യുവാവിന്റെ പ്രതികരണമാണ്, നോക്കാം. ഇത് സംഭവം വേറെയൊന്നുമല്ല, ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് നമ്മളിത് കണ്ടതും പറഞ്ഞതും ചർച്ച ചെയ്തതും ഒക്കെ ആയിട്ടുള്ള വിഷയം തന്നെയാണ്. അപ്പോ ഇവിടെ വേറെ ഒന്നുമില്ല, ഇവർക്കെതിരെ കമന്റ് ഇട്ട ഒരാളെ കണ്ടു. അപ്പൊ ഈ പെണ്ണിന്റെ കൂടെ നടക്കുന്ന ഒരു പയ്യനുണ്ട്, ആ പയ്യനെ വെച്ചിട്ട് എന്തോ എന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ സ്ത്രീ ആ പെണ്ണിന്റെ പിന്നാലെ പോയിട്ട് കമന്റ് ഇട്ട ആളിന്റെ, എന്റെ മോനെ ഞാൻ ഓളെ കൊണ്ട് അങ്ങ് കെട്ടിക്കുവാനൊക്കെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്, ജസ്ന പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് എന്റെ സഹോദരനാണെന്നൊക്കെയാ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത്. എന്റെ ഭർത്താവുണ്ട്, എന്റെ ഇക്ക ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്, അറിയില്ല. അപ്പൊ ഗൾഫിൽ ഭർത്താവുള്ള ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ പറയുന്നു എന്റെ മോനെ കൊണ്ട് ഞാൻ അങ്ങ് കെട്ടിക്കുമെന്ന്. ഏതെങ്കിലും ആത്മാഭിമാനമുള്ള ഭർത്താവ് ഇത് സഹിക്കുമോ എന്ന് എനിക്കറിയില്ല. ശരി, കണ്ട് മതിയായിക്കണം, സഹി കെട്ടണം. അതുകൊണ്ടാണ് വിഷയം പറയുന്നത്. നമുക്കൊക്കെ ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട്, സഹോദരിമാരുണ്ട്, ഇഷ്ടംപോലെ അറിയുന്ന ആളുകളുണ്ട്. ഹൈന്ദവ മതവിശ്വാസികള് വളരെ പവിത്രതയോടുകൂടെ അവരുടെ വിശ്വാസങ്ങളും കർമ്മങ്ങളും ആരാധിച്ചു പോരും. പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇവരുടെ ഈ പ്രഹസനങ്ങളിൽ ഓരോ മുസ്ലിമിന്റെയും അഭിപ്രായം ഇത് തന്നെയാണ്. ഇവരെ ഒരു മുസ്ലിമും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പൊയ്ക്കോ, അതല്ലെങ്കിൽ നീ കണ്ണന്റെ ചിത്രം വരച്ചിട്ട് അവർക്ക് വിഗ്രഹാരാധന ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു സുലൈമാൻ ഫൈസി അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടാകും. സുലൈമാൻ ഫൈസി പറയുന്നുണ്ട് ഹിന്ദുക്കളുടെ പൈസയിലെ വരുന്നത് കൊണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് പറയാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. ശരി, ഒരു അമ്പലത്തിന്റെ അകത്ത് മുസ്ലിം പെണ്ണ് എന്ന് പറഞ്ഞിട്ട് അത് കേട്ട് മതിയേക്കണം. ആ വിഷയത്തിൽ പറഞ്ഞ ആ ഒരു അമ്മച്ചി അല്ലെ, അമ്മ പറയുന്നുണ്ട് എന്റെ മോനെ കൊണ്ട് കെട്ടിക്കുന്നുള്ളത്. പൊന്നായ അമ്മച്ചി ഒന്നായി തീരുമാനമാക്കുകയാണെങ്കിൽ വലിയൊരു ഉപകാരമായിരിക്കും, സന്തോഷമാകും. കാരണം അതോടുകൂടി അങ്ങോട്ട് തീരുമല്ലോ. മുസ്ലിം പെണ്ണെന്നും പറഞ്ഞിട്ട് ഇല്ലാത്ത സോഷ്യൽ മീഡിയകളിലും RSSകാരും BJPക്കാരും ഓൺലി വ്യാപാരം ഇങ്ങനെ താങ്ങി നടക്കണം. മുസ്ലിം കുട്ടി എന്ന് പറഞ്ഞിട്ട് എങ്ങനെ മുസ്ലിം ആവുക? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തത്വം എന്താണ്? ഒരു മുസ്ലിമായ ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഒരു കണ്ണനെ വരച്ചു, ഒരു യേശുവിനെ വരച്ചു, അല്ലെങ്കിൽ യേശുവിന്റെ മാതാവിനെ വരച്ചു, ശിവനെ വരച്ചു, പാർവതിനെ വരച്ചു, അത് വിറ്റു, അതിന് ലാഭമുണ്ട്, ജീവിക്കുന്നുണ്ട്, അതിലൊന്നും ഒരു തെറ്റോ കുറ്റോ ഒന്നും പറയാനില്ല. ആരും പറഞ്ഞിട്ടില്ല. അതവരുടെ ജോലിയുടെ മാർഗമായിട്ട് എന്ത് ചെയ്യുക, കണക്കാക്കാം. ഇതിങ്ങനെ ഫോട്ടോ വരച്ചിട്ടില്ല പിന്നെ ഉള്ള അമ്പലങ്ങളൊക്കെ കയറി ഇറങ്ങിയത് ഹൈന്ദവ വിശ്വാസികൾക്ക് എല്ലാവർക്കും ദഹിക്കണ്ടേ. ഹൈന്ദവ മതവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പൊ ആരെങ്കിലൊക്കെ സപ്പോർട്ട് ചെയ്തു നമ്മൾ കൂട്ടുക. ഓരോരോ വിശ്വാസങ്ങളും കർമ്മങ്ങളിലും അതിലെ അന്യ മതസ്ഥർക്ക് പങ്കെടുക്കാത്ത ചില കർമ്മങ്ങളുണ്ട്, ചില ആചാരങ്ങളുണ്ട്, അങ്ങനെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. അപ്പൊ അത് ഹൈന്ദവ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മതം, മുസ്ലിങ്ങളുടെ മതം ഓളെ നമ്മൾ ഒരിക്കലും ഇസ്ലാമായിട്ട് പരിഗണിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, മുസ്ലിം പെണ്ണെന്ന് പറഞ്ഞിട്ട് ആരും രംഗത്ത് വരേണ്ടതില്ല. ഓൾക്ക് ഓളുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക, അമ്പലത്തിൽ പോവുക, എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ആരാധിക്കുക, ശ്രീകൃഷ്ണനെ പൂജിക്കുക ഒക്കെ ചെയ്യാം. അതങ്ങനെ ആഗ്രഹിക്കുക എന്ത് ചെയ്യുക, ഹൈന്ദവ മതം സ്വീകരിച്ചിട്ട് ഹൈന്ദവ മതത്തിനോട് എന്ത് ചെയ്യുക, ഒരു ബഹുമാനം കാണിക്കുക. ഇത് ഹൈന്ദവരെ പോലും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്നിങ്ങനെ കാട്ടിക്കൂട്ടുന്നത്. പിന്നെ ആളുകൾ പറയാണ്ടിരിക്കുമോ, ഒരാൾ കമന്റ് ഇട്ടാൽ പിന്നെ പറയാം ദ്രോഹിച്ചു, എങ്ങനെ ദ്രോഹിക്കുന്നു, എവിടെ ദ്രോഹിക്കുന്നു, ആരെ ദ്രോഹിക്കുന്നത്? അതേപോലെ തന്നെ ഒരു ഹൈന്ദവ മതവിശ്വാസിയായിട്ടുള്ള ഒരു സഹോദരി പള്ളി വരച്ചു, മക്ക വരച്ചു, മദീന വരച്ചു, പിന്നെ ഇപ്പൊ എന്താ, അവർക്ക് അതിന്റെ ബിസിനസ് ഉണ്ട്, അത് വരയ്ക്കലുണ്ട്, വെക്കലുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഒരു ഹൈന്ദവ മതവിശ്വാസിയായ എത്രയോ ആളുകൾ ആ രൂപത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നു, വിൽക്കുന്നു, അവരുടെയൊക്കെ ഉപജീവന മാർഗമാണ്. ആരും അതിനെ എതിർക്കുന്നില്ല. ഞാൻ ഭക്തി കൊണ്ട് തന്നെയാണ് ഗുരുവായൂർ വന്നത്. ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ 140 കിലോമീറ്റർ സഞ്ചരിച്ചു വന്നത്. നോമ്പ് പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. ഞാൻ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചിട്ട് കണ്ണന്റെ ചിത്രം വരയ്ക്കാനിരിക്കും. ലുഹറും അസറും ഒരുമിച്ചാണ് നമസ്കരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമ്മൾക്കതിനെ വിമർശിക്കണമെന്ന് തോന്നിയത്. സഹോദരി ഒരു സാരിയെ കൊടുത്ത് പൊട്ടൊക്കെ തൊട്ട് കുറിയൊക്കെ തൊട്ടിട്ട് ഡെയിലി ഇങ്ങനെ പള്ളികളിൽ ഇങ്ങനെ കയറി ഇറങ്ങിയാൽ അതൊരിക്കലും ശരിയാവില്ലല്ലോ. ശരിയാവുമോ? കാരണം പള്ളികളിൽ കയറി ഇറങ്ങണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള അതവുകൾ, അച്ചടക്കങ്ങൾ, സ്ത്രീയെ പാലിക്കേണ്ട മര്യാദകളൊക്കെ ഉണ്ട്.
അതേപോലെ തന്നെ അമ്പലായാലും ഇത് ഇങ്ങനെ ഒരു എന്താ പറയാ മുടി അയച്ചിട്ടിട്ട് തലയിലെ പേരിന് തട്ടുവിട്ടിട്ട് മൂക്കും കുത്തിയിട്ട് വല്ല തമിഴ് പെണ്ണുങ്ങളെ പോലെ ഇങ്ങനെ തട്ടുവിട്ടും ചുടുതാറിട്ടിട്ട് ഇങ്ങനെ അവിടെ പോയിട്ട് ഇങ്ങനെ മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആവുന്നില്ല. അപ്പോൾ ആരും ഇവിടെ ഇസ്ലാമായിട്ട് ആരും പരിഗണിക്കുന്നില്ല. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇസ്ലാം എന്നുള്ളത് ഏക ദൈവം, ആരാധനക്കിറക്കൻ അള്ളാഹു മാത്രമാണ്. ആ ദൈവം ഒന്നുമില്ല. അപ്പോൾ ആരും ഇവിടെ ഇസ്ലാമായിട്ട് ആരും പരിഗണിക്കുന്നില്ല. ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ഇസ്ലാം എന്നുള്ളത് ഏക ദൈവം, ആരാധനക്കിറക്കൻ അള്ളാഹു മാത്രമാണ്. ആ ദൈവം സൗണ്ട് പോയെന്ന് തോന്നുന്നു. ഇസ്ലാം എന്നുള്ളത് പറയുന്ന ഈ പെണ്ണായാലും മതില്ല, വേറെ പെണ്ണായാലും മതില്ല, ഈ പറയുന്ന ഞാനായാലും മതില്ല. മനസ്സിലാവുമല്ലോ? അപ്പൊ അതുകൊണ്ട് ഞാനും എന്ത് ചെയ്യണ്ട, മുസ്ലിം ഒരു തട്ടൊട്ട മുസ്ലിം ആവുന്നില്ല. അല്ലെങ്കിൽ സൈനബ, അല്ലെങ്കിൽ പിന്നെന്താണ് സുമയ്യ, അല്ലെങ്കിൽ പിന്നെ കുറെ പേരുകളുണ്ട് എന്നുകൊണ്ട് മുസ്ലിം ആവുന്നില്ല. മുസ്ലിം ഇസ്ലാം എന്നുള്ളത് അത് ആ ഒരു വിശ്വാസത്തിൽ അടിവരയിട്ട് ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ്. ഇത് തട്ടോട്ടിട്ട് മൂക്കും കുത്തിയിട്ടില്ല അമ്പലങ്ങൾ ഞാൻ കൃഷ്ണനെ വരച്ചു, അവിടെ പോയിട്ട് എന്താ ഞാൻ ചെയ്ത തെറ്റ്, കണ്ണനെ വരച്ചതോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ആര് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്? ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിപ്പിക്കുക, അതോ കലാപുണ്ടാക്കുക? നമ്മുടെ നാട്ടിൽ നിലനിന്ന് പോകുന്ന ഒരു അന്തരീക്ഷമുണ്ട്. ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും അതിനുപോലും കൂട്ടം സംഭവിക്കുന്ന വിഷയത്തിലാണ് ഈ പൊണ്ണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. ചിത്രം വരച്ചോട്ടെ, കണ്ണനെയോ പാർവനോ ആരെയാണ് ചിത്രം വരച്ചോട്ടെ, വിറ്റോട്ടെ, ഒരു പ്രശ്നമില്ല. എന്തിനാണ് ഹൈന്ദവ മതവിശ്വാസികൾക്കിടയിൽ കയറിയിട്ട് ഹൈന്ദവർക്ക് പോലും അതിന്റെ ഇടയിൽ എന്തിനാണ് ഈ കലാപം ഉണ്ടാക്കുന്ന, തല്ലും പൊക്കാനും അടിയും പ്രശ്നം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് പിന്നെ മുന്നോട്ട് പോകുന്നത്? ഇസ്ലാം മതത്തിനോട് താല്പര്യമില്ലേ? ഹൈന്ദവ മതത്തിനാണോ ഇഷ്ടം? അതിനോടാണ് വിശ്വാസം. നമ്മുടെ രാജ്യത്തിനും നയമ എതിരില്ലല്ലോ. അമ്പലത്തിൽ അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യം കൊടുക്കുന്നുണ്ടല്ലോ. എന്താണെന്നറിയില്ല, സ്റ്റക്കായിപ്പോയി. അപ്പോൾ എല്ലാ മുസ്ലിങ്ങളുടെയും അഭിപ്രായം ഇത് തന്നെയാണ്. ഇവർ വരയ്ക്കുകയോ വരയ്ക്കാതിരിക്കുകയോ ചെയ്തോട്ടെ, ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക, ഇത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് മീനു മുനീറിന്റെ വിഷയത്തിലും സംഭവിച്ചത്. നമ്മൾ ഇസ്ലാമിലേക്ക് വന്നു, ഇനി അത് 4 പേരൊന്ന് അറിയണം. അപ്പൊ ഇതുവരെ ഉള്ളതൊന്നും അല്ല ഇസ്ലാം, ഇവർ കണ്ടതല്ല ശരിയായ ഇസ്ലാം. അതുകൊണ്ട് പുതിയ ഒരു ഇസ്ലാമിനെ സ്ഥാപിക്കാനാണ് മിനു മുനീർ ശ്രമിച്ചത്. അതുപോലെ തന്നെ പുതിയ ഒരു ഇസ്ലാമിനെ വരച്ച് കാണിക്കാനാണ് ജസ്നയും ശ്രമിച്ചത്. അതായത് ഞാൻ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു, കണ്ണനോട് അങ്ങേയറ്റം ഭക്തിയുണ്ട്, എൻ്റെ എല്ലാ വേദനകളും സന്തോഷങ്ങളും ഒക്കെ ഞാൻ കണ്ണന്റെ തിരുസന്നിധിയിലാണ് കൊണ്ടുവയ്ക്കുന്നത്. എൻ്റെ ജന്മദിനം ഒന്നുമല്ലാതിരുന്ന എന്നെ ഇത്രയും പോപ്പുലറാക്കിയ, ജീവിക്കാനൊരു ഉപജീവന മാർഗമുണ്ടാക്കി തന്ന, കോടികൾ കൊയ്യാനൊരു അവസരമുണ്ടാക്കി തന്ന ആ കണ്ണനെ ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ജന്മദിനത്തിന് കണ്ണന് കേക്ക് കൊടുക്കാൻ വേണ്ടി എത്തിയതോടുകൂടി ജസ്ന എന്താണ് എന്ന്, ജസ്നയുടെ തനി നിറവും ലക്ഷ്യവും എന്താണ് എന്ന് ഹൈന്ദവർ അറിഞ്ഞു തുടങ്ങി. ആദ്യം ഹൈന്ദവർ പൊക്കിക്കൊണ്ട് നടന്നെങ്കിലും പിന്നീട് അവർക്കും മനസ്സിലായി ഇതൊരു പാഴാണെന്ന്. പിന്നീട് കുറെ ആത്മഹത്യാ ഭീഷണികൾ, എന്തെല്ലാം പ്രഹസനങ്ങൾ കണ്ടു നമ്മൾ. അതുതന്നെയാണ് 2 പേരുടെയും വിഷയത്തിൽ സംഭവിച്ചത്. മറ്റുള്ള മുസ്ലിങ്ങളിൽ നിന്നും ഞാനൊരു സ്പെഷ്യലാണ് എന്നറിയിക്കാൻ ശ്രമിച്ചു. ഞാൻ തട്ടമിടുന്നില്ലേ, മറ്റേ ഭർത്താവിൻ്റെ കൂടെ ഒക്കെ പോകുമ്പോൾ, എനിക്കറിയില്ല കേട്ടോ, അങ്ങനെ ആരുടെയെങ്കിലും ഒക്കെ കൂടെ പുറത്തു പോകുമ്പോൾ ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ട് പോകും. കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ തലയിൽ തട്ടമിടാറില്ല. പക്ഷേ ഗുരുവായൂരമ്പലത്തിൽ വരുമ്പോൾ എനിക്ക് തട്ടം എൻ്റെ ഐഡന്റിറ്റിയാണ്, എൻ്റെ ബിസിനസ്സിനുള്ള പരസ്യമാണിത്. ശ്രീധരൻ ഹായ്. TKS വല്ല കമ്പിക്കഥയും പറയുന്ന ഉസ്താദുമാരുടെ വീഡിയോ കണ്ടാൽ മതി, ചെല്ലേ, അതല്ലേ കുറച്ചും കൂടി സൗകര്യം, അങ്ങനെ പോയാൽ മതി. അപ്പൊ ഇവരുടെ 2 പേരുടെയും വിഷയത്തിൽ സംഭവിച്ചത് ഒരേ രീതി തന്നെയാണ്. ഒരാള് പോപ്പുലാരിറ്റിക്ക് വേണ്ടി, മറ്റാള് ആ പോപ്പുലാരിറ്റിയെ ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നതിന് വേണ്ടി. രണ്ടും ഏതാണ്ട് ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. താങ്ക് യു. സുജന ഫാത്തിമ ഹായ്. അൺഎക്സ്പെക്റ്റഡ് പേഴ്സൺ,
ആൻഡ് ചില ഫാമിലി ഫോഴ്സ് ആകും. ഇറ്റ്സ് ദി പ്രോബ്ലം ഓഫ് ദെയർ ഫാമിലി, നോട്ട് ദി റിലീജിയൻ. എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അശ്വിൻ കുമാർ ഹായ്. സണ്ണി മാധവൻ, പക്ഷേ തട്ടമിട്ടില്ലെങ്കിൽ തട്ടും. അതെ, തട്ടമിട്ട് കഴിഞ്ഞാൽ ഇവർക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പൊ കണ്ടില്ലേ, ഓരോരുത്തർ എന്നോട് വന്ന് ചോദിക്കുന്നത് തട്ടമിട്ടൂടെ തട്ടമിട്ടൂടെ. എല്ലാരെയും തട്ടമിടിക്കാനും പൊട്ടുമായ്ക്കാനും ഇവരൊക്കെ ആരാണെന്നേ. ഇപ്പൊ അതാ കണ്ടില്ലേ, ഒരു ഹിജാബ് ചാലഞ്ച്. റോഡിൽ കൂടെ പോകുന്ന 8ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ വിളിച്ച് നിർത്തിയിട്ട് അവരുടെ പൊട്ടുമായ്ക്കുക, തട്ടമിട്ട് കൊടുക്കുക, സൗജന്യമാണ്. വെറുതെ മക്കനെ പൊയ്ക്കോ, നീ ഇപ്പൊ വളരെ സുന്ദരിയായിരിക്കുന്നു. ആഹാ. അതെ, ഇപ്പോൾ ഈ തട്ടമിട്ട് നടക്കുന്നവന്മാർക്കെല്ലാം താഹൂറാണ്, അതായത് ശുദ്ധമാണെന്ന്. മുട്ടി നിൽക്കുന്നത് കൊണ്ടായിരിക്കും എപ്പോഴും ഹിജാബ് ഇടുന്നത്. അല്ല, അത് അങ്ങനെയൊന്നും അല്ല. ഓക്കെ, പ്രിൻസ് ഓഫ് സൗദി ഷെയ്ഖ് ആൻഡ് ഹിജാബ് ഈസ് നോട്ട് നെസസറി. അതെ, അതായത് ജീവൻ ജോസ്, ഇസ്ലാമിക രാജ്യങ്ങളിലെന്നല്ല, തലയ്ക്കകത്ത് ആളുതാമസമുള്ള ഒരു മുസ്ലിങ്ങളും ഇതൊന്നും ഇപ്പോഴും പ്രൊവൈഡ് ചെയ്ത് നടക്കുന്നില്ല. പ്രവാചകന്റെ കാലഘട്ടത്തിൽ പ്രവാചകന്റെ ഭാര്യമാര് ഇട്ടുകൊണ്ട് നടന്ന അപ്പിക്കുപ്പായം ഇപ്പൊ നമ്മളും ഇടണമെന്ന് പറയുമ്പോൾ ആരതിനെ അംഗീകരിക്കുമെന്നാണ്. ബുദ്ധിമുട്ടാണ്, വലിയ പ്രയാസമാണ്. അനീഷ് ദിയ ഹലോ. നീ ഇപ്പൊ മുസ്ലിമോ അതോ ഹിന്ദുവോ അതോ മതമില്ലേ? മതമില്ല. അപ്പോൾ ഇന്ന് കുറച്ച് അത്യാവശ്യങ്ങളുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ ലൈവിൽ വന്നിട്ട് നേരത്തെ തന്നെ ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചത് ലൈവ്. അപ്പോൾ നമുക്കിനിയും നാളെ വീണ്ടും കാണാം. നന്ദി, ശുഭരാത്രി. ശ്രീകുമാറെ, ഞാൻ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. മൗലവി വരട്ടെ, നമുക്ക് സംസാരിക്കാം. താങ്ക് യു.